കേസപ്പോൾ കളിച്ച് കഴിയുമ്പോൾ പൊട്ടി കേട്ടോ, ഓർഡർ പിടിച്ചു അപ്പോൾ അവിടെ പെട്ടിരിക്കുകയാണ് ഉണ്ടല്ലോ, പൊട്ടിപ്പോയി കേട്ടോ. അപ്പോൾ പുതിയൊരു സൊമാറ്റോ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എണീറ്റിട്ടുണ്ട്, ബാഗെല്ലാം സെറ്റാക്കി വെച്ചേക്കാം. രാവിലെ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഫുഡ് എന്ന് പറയുന്നത് ദോശയുണ്ട്, കടലക്കറിയുണ്ട്, ചായയുണ്ട്. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്ന സമയം എന്ന് പറയുന്നത് രാവിലെ 11 to 3 നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിക്കാൻ പോവുകയാണ്. രാവിലെ നല്ല തണുപ്പുണ്ട്. സമയം 5:22. ഫസ്റ്റ് ഓവർ അടിച്ച സുപ്രീം ബേക്കറിയാണ്. അയ്യോ എന്തൊരു സംഭവം. അപ്പോൾ നമ്മളെ ഫുഡ് റെഡി ആയിട്ടുണ്ട്, നേരെ പോവാം. ഫുഡ് റെഡിയില്ല, മറ്റേ നോട്ടിഫിക്കേഷൻ വന്നു കേട്ടോ. അയ്യോ ഭയങ്കര അത്യാവശ്യം തിരക്കുണ്ട്. ആ സുപ്രീം ബേക്കറിയിൽ അവിടെ വണ്ടികൾ ഇഷ്ടംപോലെ കയറണോണ്ടേ ഫുള്ള് ബ്ലോക്ക് ആയിരിക്കും. കുഴപ്പം. ഫുഡ് റെഡിയും കൊടുത്തിട്ട് അവന്മാരവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഐറ്റം എന്ന് പറയുന്നത് പ്ലം കേക്കാണ് കേട്ടോ. 1/2 കിലോ പ്ലം കേക്ക് ഒരു ഫിറ്റ് കേട്ടോ. ഭയങ്കര തിരക്ക് കേട്ടോ. ഗൈസ് മുക്കോലിക്കാണ് കൊടുക്കാനുള്ളത്, മുട്ടട. നമുക്ക് ഇവിടുന്ന് യൂട്ടേൺ എടുത്ത് അകത്തോട്ട് കയറി പോകാം കേട്ടോ. അതിലേക്ക് കയറാൻ പറ്റിയില്ല, ഭയങ്കര തിരക്കായിരുന്നു, അതുകൊണ്ട് കയറാൻ പറ്റിയില്ല. ഇവിടുന്ന് ഓക്കെ ഇതിലേ പോവാം. ഇവിടെ ഇതാണ് ഉമ്മച്ചി ബിരിയാണി എന്ന് പറയുന്ന കട. ഇവിടുന്ന് ഇഷ്ടംപോലെ ഓർഡർ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കുറേ നാളോട് കിട്ടില്ല കേട്ടോ. അപ്പോൾ മുക്കോലിക്കിൽ ഇവിടുന്ന് 7.1 കിലോമീറ്റർ ഉണ്ട്. ബ്ലിങ്കറ്റിൻ്റെ അയ്യോ ആള് പോകണം കേട്ടോ. ഇഷ്ടംപോലെ ഓർഡർ ഉണ്ട് കേട്ടോ ബ്ലിങ്കറ്റിന്. സൊമാറ്റോയ്ക്ക് അത്ര ഓർഡർ ഇല്ല. പഴയ എൻ്റെ ഓർഡർ കേട്ടോ. കിട്ടില്ല സാധനം പറഞ്ഞാൽ കിട്ടില്ല സാധനമാണ് കേട്ടോ. അതിൽ അണ്ണാ ഈ വളവിലൊക്കെ ഇങ്ങനെ കൊണ്ട് ഇടല്ലേ. ചെറുതായിട്ട് വിശപ്പടിച്ചു തുടങ്ങി കേട്ടോ. വിശപ്പ് ചെറുതായിട്ടുണ്ട്. രാവിലെ നല്ല പറഞ്ഞത് കേട്ടിട്ടാണ് നല്ല വന്നത്, പിന്നെ എന്നിട്ട് വിശക്ക്. അതുപോലെ 4
4 ദോശ കണ്ടു കേട്ടോ, 4 5 തിന്നു. എന്നിട്ട് വിശപ്പ് അങ്ങോട്ട് പറഞ്ഞില്ല. തെങ്ങ് തടിയാണ് കേട്ടോ, ഫുൾ ലോഡ് തെങ്ങും തടിയാണ്. മഹീന്ദ്രയുടെ പിക്കപ്പ്, അതിൻ്റെ ബാക്കിൽ എന്തെങ്കിലും ഊരി കിടക്കുന്നു. ഇവിടെ ലൊക്കേഷൻ ശരി. 46 രൂപ 60 പൈസയാണ് കിട്ടിയത്. ഏകദേശം അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. ഹോം ഈറ്റ്സ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെയാണ് വട്ടിയൂർക്കാവ് സർക്കിളിൽ നിന്നാണ് കൊടുത്തത്, പേരൂക്കടയിൽ നിന്നാണ് കൊടുത്തത്. ഹോം ഈറ്റ്സ് കേട്ടാ. ഗിയർ ചില സമയത്ത് വീഴില്ല, സ്റ്റക്കായി നിൽക്കുന്നത്. എന്തിനാന്തോ. അപ്പോൾ ഇവിടുന്ന് 2 കിലോമീറ്ററേ ഉള്ളൂ. ഹോം ഈറ്റ്സ് എന്നാണ് കടയിലെ പേര്. മിക്കവാറും വീടായിരിക്കും കേട്ടോ, വീടായിരിക്കും. കേസപ്പുറം ലെഫ്റ്റ് സൈഡാണ് നമ്മളെ സ്വിഗ്ഗിയിലെ ഇൻസ്റ്റാമാർട്ട് കേട്ടോ. സ്വിഗ്ഗിയിലെ ഇൻസ്റ്റാമാർട്ട് ഇവിടെ ലെഫ്റ്റ് സൈഡാണ്. കേസപ്പം ഇവിടെ ഹോം ഈറ്റ്സ് എന്ന് പറയുന്ന ഇത് വീട്ടിലെ സംഭവമാണ് കേട്ടോ. അത് എനിക്കും വേറൊരു പുള്ളിക്കും മാപ്പ് കറക്റ്റായിട്ട് കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെ കിടന്ന് കറങ്ങി. പുള്ളി അവിടെ നിൽക്കുകയാണ് ഇപ്പോഴും. OTP പറഞ്ഞില്ല, OTP പറഞ്ഞില്ല പുള്ളിക്ക്. അങ്ങനെ കസ്റ്റമർ കെയർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സമയം പേരക്കട MG നല്ലാണ്ട് കൊടുക്കാനുള്ളത്. അന്താരം ഇവിടെയൊക്കെ ഇത്രയും നാൾ കൊണ്ട് ഇങ്ങനെ നടക്കണമെന്ന്. അമ്മച്ചേ അമ്മച്ചേ അമ്മച്ചേ. കട്ടർ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാതെ കട്ടർ കേട്ടോ. അമ്മ അയ്യോ ലൊക്കേഷൻ തെറ്റി. വലിയ കാര്യം പോയി, ലൊക്കേഷൻ തെറ്റി. ഇനി തിരിച്ചു പോവാം. അയ്യേ ഞാൻ വിചാരിച്ച് നേരെ പോയെന്ന് പറഞ്ഞുകൊണ്ട് പോവായിരുന്നു. ലൊക്കേഷൻ തെറ്റിപ്പോയി. ആ നമുക്ക് സിഗ്നൽ ഉണ്ട് കേട്ടോ. നൈസായിട്ട് കയറി പോയാൽ മതി. ഓക്കെ, ഞാൻ അപ്പുറത്തോട്ട് കയറി പോയി കേട്ടോ. ഇങ്ങോട്ടല്ല പോകാനുള്ളത്. 700 മീറ്റർ MG നഗറാണ്. ഇന്ന് 1.1 കിലോമീറ്ററേ ഉള്ളൂ. എന്നാലും കുറേ ഒരു അരമണിക്കൂർ നേരം കിടന്ന് കറങ്ങി കേട്ടോ. അവിടെ ഇവിടെയാണ് MG ലൈൻ. ഇങ്ങോട്ടാണ് കയറാനുള്ളത്. ഇന്ന് 400 മീറ്ററും കൂടെ ഉള്ളൂ. ഒരു കാർ അവിടെ കുടുങ്ങി കേട്ടോ. ഈ പുള്ളി കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് എടുത്ത് ഞാൻ കാർ വന്നു, അല്ലെങ്കിൽ പോവും. നമുക്ക് 400 മീറ്ററും കൂടെ ഉള്ളൂ. റെസ്റ്റോറൻറ്റ് കണ്ടുപിടിക്കാത്ത പാടുവിട്ട്. ലൊക്കേഷൻ തെറ്റായിരുന്നു. കുറച്ച് കിടന്ന് കറങ്ങി. 23 രൂപ 53 പൈസയാണ് കേട്ടോ കിട്ടിയത്. പൈസപ്പോൾ നമ്മളെ ഇതില്ലേ ക്ലച്ചിൻ്റെ ടൈറ്റ്നസ് ഇല്ല കേട്ടോ, ലൂസായി. അത് ക്ലച്ച് ശരിയാക്കണം. ക്ലച്ച് ശരിയാക്കിയാലേ നടക്കൂ. ഗൈസ് അപ്പം അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. ബോവു ടോവു ആണ് കേട്ടോ. അമ്പലമുക്ക് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടുന്ന് 2.4 കിലോമീറ്റർ ഉണ്ട്. ബോവു ടോവു.
ഗൈസ് ഫൈനലി ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. മാവു ടോവ് കേട്ടോ. ഇതാണ് മാവു ടോവ്. ഗൈസ് ഐറ്റം എന്ന് പറയുന്നത് ബെൽജിയൻ ചോക്ലേറ്റ് ആണ്. 300 ml കേട്ടോ. സ്ക്വാഷ് ആണെന്ന് തോന്നുന്നു. ബെൽജിയൻ ചോക്ലേറ്റ് അന്ന് മാത്രം അറിയാം. പെട്ടെന്ന് ചാടി ഇറങ്ങിയതാണ്, നോക്കാൻ പറ്റിയില്ല. ഗൈസ് അപ്പം 4-5 കൊടുക്കാനുള്ളത്. ഇവിടുന്ന് 5.5 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. 5.5 കിലോമീറ്റർ ഉണ്ട്. നേരെ വെച്ച് പിടിക്കാം. 4-5 പരുത്തിപ്പാറ റൂട്ടിലാണ് കൊടുക്കാനുള്ളത്. ഇത് അത്യാവശ്യം എമൗണ്ട് ഉണ്ട് കേട്ടോ. കസ്റ്റമറിന് ടിപ്പ് 30 രൂപ ടിപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ചേർത്താണ് നല്ലൊരു എമൗണ്ട് കാണിക്കുന്നുണ്ട്. കറക്റ്റ് ഞാൻ ഫുഡ് കൊടുത്തിട്ട് പറയാം എത്ര കിട്ടിയത്. കണ്ണിലൊക്കെ ഓരോന്നൊന്നും അടിക്കില്ല കേട്ടോ. പ്രാണികളും പൊടിയും കല്ലും മണ്ണും എന്തൊക്കെ എന്തോ കണ്ണും പോയി. അവിടെ ഫുള്ള് ക്യൂ കേട്ടോ അങ്ങേറ്റം വരെ. ഓഹോ ക്യു ആർ ഫ്രിഡ്ജൊക്കെ മറിഞ്ഞൊക്കെ ഇരിക്കുന്നു. ആണാ നമുക്ക് ഇവിടുന്ന് റൈറ്റാണ് പോകാനുള്ളത്. കേസപ്പോൾ ക്ലച്ച് കേബിൾ പൊട്ടി കേട്ടോ. ഓർഡർ പിടിച്ചു. അപ്പോൾ അവിടെ പെട്ടിരിക്കുകയാണ്. ഉണ്ടല്ലോ പൊട്ടിപ്പോയി കേട്ടോ. അപ്പോൾ മുട്ട കരിയാണ്, അതൊന്നും തുറന്നില്ല. ഇവിടുന്ന് പൊട്ടിപ്പോയി. സംഭവം രാവിലെ ലൂസായിരുന്നു. അപ്പോൾ എന്താണ് ചെറിയ ഡൗട്ട് അടിച്ചതിന് പിന്നെ ഒന്നും നോക്കിയില്ല. ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് പൊട്ടി. ഇപ്പോൾ എന്തായാലും അങ്ങോട്ട് പോയാലേ ശരിയാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കയ്യിലാണെങ്കിൽ പൈസയും ഇല്ല കേട്ടോ. ഓക്കെ, എന്തായാലും നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഡീറ്റെയിൽസും ഞാൻ വീഡിയോയിൽ അവസാനം ഞാൻ പറയാം കേട്ടോ. ഗൈസ് അപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് സൊമാറ്റോ ഓടി കിട്ടിയെന്ന് പറയുന്നത് 597 പൈസയാണ്. ഷാഡോയിൽ 60 രൂപയും കിട്ടിയിട്ടുണ്ട്. സൊമാറ്റോയിൽ 10 ഓർഡറും ഷാഡോയിൽ 2 ഓർഡറുമാണ് എടുത്തത് ടോട്ടൽ. പിന്നെ ഒരു 2 മണി 2:30 കണ്ടായപ്പം ക്ലച്ച് കേബിൾ പൊട്ടിപ്പോയി. അങ്ങനെ ഇൻസെൻറ്റീവ് കിട്ടൂലെന്നാണ് പ്രതീക്ഷിച്ചത്, പക്ഷേ കിട്ടി സംഭവം. പിന്നെ നമ്മൾ വർക്കിംഗ് അവേഴ്സ് കംപ്ലീറ്റ് ആയി, അതുകൊണ്ട് ഇൻസെൻറ്റീവ് കിട്ടി. 117 രൂപ ഇൻസെൻറ്റീവ് ഉണ്ടായിരുന്നു. അതും കൂടി ചേർത്താണ് ഈ എമൗണ്ട്. ക്ലച്ച് കേബിൾ പൊട്ടി അവിടെ വടിയിലായിപ്പോയി. പിന്നെ അവിടുന്ന് തള്ളി ഒരുവിധം വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്നപ്പോൾ അവിടെ സാധനമില്ല. പിന്നെ അവിടുത്തെ ആൾ നിന്ന് വേറെ കടയിൽ ചെന്ന് പാളയത്തുള്ള കടയിൽ ചെന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നു. അങ്ങനെയാണ് സെറ്റ് ചെയ്തത്. അതിന് 200 രൂപ ആയി കേട്ടോ. ഡെലിവറിക്ക് പോണ സമയത്ത് ബൈക്കിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടുപോകും. നമ്മളെ ഇൻസെൻറ്റീവ് എല്ലാം പോകാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഭാഗ്യത്തിന് ഇൻസെൻറ്റീവ് കിട്ടി. ക്ലച്ച് കേബിൾ പിന്നെ നമ്മളെ മണ്ട ലിവറില്ലേ, ആ ലിവറിൻ്റെ അവിടെ നിന്ന് പൊട്ടിപ്പോയി. താഴെ ഓക്കെയാണ്, മണ്ടേന്നാണ് പൊട്ടി. രാവിലെ ചെറിയൊരു ലൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചെന്താണ് ക്ലച്ച് ലൂസായിരിക്കും എന്ന് വിചാരിച്ച് അത് മൈൻഡ് ചെയ്തില്ല. അപ്പോൾ സംഭവം പൊട്ടിയിരിക്കുകയായിരുന്നു. പൊട്ടി ചെറുതായിട്ട് പൊട്ടിയിരിക്കുകയായിരുന്നു. അങ്ങനെ 2 മണി 2:30 ആയപ്പോൾ പൊട്ടി. പിന്നെ വണ്ടി തള്ളിക്കൊണ്ട് വരേണ്ടി വന്നു. ഏകദേശം അപ്പം ഇവിടെ സൈഡിൽ കൊടുത്തിരിക്കാൻ ഡീറ്റെയിൽസ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.